ഇന്ന് സ്വാമി വിവേകാനന്ദൻ്റെ സമാധി ദിനം. ഭാരതത്തിൻ്റെ രഹസ്യ അഹങ്കാരവും പരസ്യ അഹങ്കാരവും ആരാണ് എന്ന് ചോദിച്ചാൽ അത് സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. 40 വയസ്സിന് മുമ്പ് മരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി. അതിനുമുമ്പ് എന്തൊക്കെയാണോ ജീവിതത്തിൽ ചെയ്യേണ്ടത് അത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു അദ്ദേഹം. അതുകൊണ്ടാണ് പിന്നെ ഈ ഭൗതിക ശരീരം വെച്ച് നടക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നെ അങ്ങേയറ്റം ആകർഷിച്ചൊരു സംഭവം അത് ഞാൻ ഇന്നൊന്ന് പങ്കുവയ്ക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ ക്യാൻസർ വന്നിട്ട് വളരെ വേദന അനുഭവിച്ചുകൊണ്ട് കട്ടിൽ കിടക്കുക. ചുറ്റും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. അതിൽ ഒരാളാണ് നരേന്ദ്രൻ. അന്ന് വിവേകാനന്ദൻ എന്ന പേരൊന്നുമില്ല. അദ്ദേഹം നിരവധി ശിഷ്യന്മാർക്കിടയിൽ ഒരു ശിഷ്യൻ എന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇത് തൊണ്ടമുള്ളാണ് എന്ന്. അന്ന് തൊണ്ടയിൽ ഈ ക്യാൻസർ വരുന്നതിന് തൊണ്ടമുള്ളെന്നാണ് പറയുന്നത്. ഇന്ന് ക്യാൻസറിൻ്റെ ചികിത്സ ഒരുപാട് ഡെവലപ്ഡാണ്. അന്ന് ഒട്ടും ഡെവലപ്ഡ് അല്ല. അപ്പോൾ ക്യാൻസർ വന്നാൽ മരിക്കും. ഇന്നങ്ങനെയല്ല. ഒരുപാട് ചികിത്സാ രീതികൾ ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ അന്ന് ക്യാൻസറാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ അത്ര കഴിവൊന്നും ഡോക്ടർമാർക്ക് ഉണ്ടായിരുന്നില്ല. ശാസ്ത്രം അത്രയധികം വികസിച്ചിരുന്നിട്ടുമില്ല. അപ്പോൾ അന്ന് വിശ്വസിച്ചിരുന്നത് ക്യാൻസർ പകരുമെന്നാണ്. അതായത് ഒരു ക്യാൻസർ രോഗിയുടെ വായിൽ നിന്ന് വരുന്ന തുപ്പലോ കഫമോ അങ്ങനെ എന്തെങ്കിലും വേറൊരാൾ തൊട്ടാൽ അയാൾക്കും ക്യാൻസർ വരും. അങ്ങനെയായിരുന്നു അന്ന് വിശ്വസിച്ചിരുന്നത്. എത്ര വർഷങ്ങൾ മുമ്പാണിത്. അപ്പോൾ ഡോക്ടർ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. നിങ്ങൾ ശിഷ്യന്മാർ പരിചരിക്കുന്ന കൊള്ളാമോ, ഒരിക്കലും കഫമോ അങ്ങനെ ഒന്നും ശരീരത്തിൽ തുടരുത്, വലിയ അപകടമാണെന്നൊക്കെ. ഇത് ശിഷ്യന്മാർ വളരെ ശ്രദ്ധിച്ചു. ഒരു ദിവസം ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ചുമ വന്നിട്ട് രാമകൃഷ്ണ പരമഹംസർക്ക് ആ കഫം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല. തൊണ്ടയിലിങ്ങനെ ട്യൂമർ വന്നിട്ട് ബ്ലോക്ക് ചെയ്യാണ്. അദ്ദേഹം കഷ്ടപ്പെടുന്നു. അപ്പോൾ വിവേകാനന്ദ സ്വാമി കട്ടിലിരുന്നിട്ട് അദ്ദേഹത്തെ സ്വന്തം ശരീരത്തോട് ചേർത്ത് വെച്ചു. ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നു. എന്നിട്ട് രാമകൃഷ്ണ പരമഹംസർ കട്ടിലിനടിയിരിക്കുന്ന കോളാമ്പിയിലേക്ക് കൈ നീട്ടി. ആ കോളാമ്പി എടുക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കൈയിട്ടെടുക്കാൻ പറ്റുന്നില്ല പരമഹംസർക്ക്. അപ്പോൾ വിവേകാനന്ദ സ്വാമി അതെടുത്ത് കൊടുത്തു. അങ്ങനെ പിടിച്ചു, അതിലേക്ക് എത്തുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് വളരെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞു വളരെ ശ്രദ്ധിക്കണം, തുടരുത്. വിവേകാനന്ദ സ്വാമി അതൊന്നും ഭാവിച്ചില്ല. രാമകൃഷ്ണ പരമഹംസരുടെ ഉള്ളിൽ നിന്ന് കഫവും രക്തവും ഒക്കെ കൂടെ ആ ഒരു കോളാമ്പിയിലേക്ക് വീണു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി രക്തം കൂടെ വീണ് കഴിഞ്ഞാൽ അത് ക്യാൻസർ തന്നെ എന്നുള്ളതാണ്. അന്ന് ഈ കഫവും രക്തവും പഴുപ്പും എല്ലാം കൂടെ കോളാമ്പിയിലേക്ക് ഇങ്ങനെ വിസർജിച്ച് കഴിഞ്ഞപ്പോൾ വിവേകാനന്ദ സ്വാമി അത് എടുക്കാതിരിക്കാൻ, അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും പറ്റാതിരിക്കാൻ രാമകൃഷ്ണ പരമഹംസർ ഇങ്ങനെ കൈ അടിക്കുന്നു, എടുക്കല്ലേ. എല്ലാവരും പകച്ചു നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ എന്ന ശിഷ്യൻ ലോകത്തൊരു ശിഷ്യനും ചെയ്യാൻ ധൈര്യപ്പെടാത്തൊരു കാര്യം ചെയ്തു. അദ്ദേഹം കോളാമ്പിയിലിരുന്ന കഫവും രക്തവും ഒക്കെ കൂടെ ഒറ്റ കുടി. പണ്ട് പരമശിവൻ കാളകൂടം കുടിച്ചതുപോലെ എല്ലാവരും ഞെട്ടി നിന്നു. ആരും അത് പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് അദ്ദേഹം കോളാമ്പി തറയിൽ വെച്ചു. അപ്പം രാമകൃഷ്ണ പരമഹംസർ കണ്ണീരോടുകൂടി നരേന്ദ്രൻ നോക്കി. അതായത് എന്തൊരു സ്നേഹവും എന്തൊരു ബഹുമാനവുമാണ് ആ ശിഷ്യന് ഗുരുവിനോടുള്ളത്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകയും ധാരധാരാകുന്നു. എന്നിട്ട് അദ്ദേഹം നരേന്ദ്രനോട് പറഞ്ഞു, നരേന്ദ്ര, ഞാൻ ഇനി ഒരു ഭിക്ഷക്കാരൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് ആർക്ക് മനസ്സിലായില്ല. അപ്പോൾ വിവേകാനന്ദ സ്വാമി ചോദിച്ചു, എന്താണ് അങ്ങനെ പറയുന്നത്? എടാ, എൻ്റെ എല്ലാ കഴിവും എൻ്റെ എല്ലാ സിദ്ധികളും നിന്നിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ഐ ആം ജസ്റ്റ് എ ബെഗർ. ഇത്ര കണ്ടൊക്കെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും. സ്വന്തം അമ്മയെപ്പോലും സ്നേഹിക്കാൻ പറ്റും, അച്ഛനെ സ്നേഹിക്കാൻ പറ്റും. നമ്മൾ ഭയങ്കര എൻ്റെ എല്ലാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ഭാര്യയ്ക്ക് നമുക്ക് പറ്റുമോ? ലോകത്തറിഞ്ഞെങ്കിലും പറ്റുമോ? ഈ ശിഷ്യന് അത് പറ്റി. അതാണ്
ഞാനീ പറയുന്നത് കേട്ടിട്ട് പിന്നെ ഗുരുവിൻ്റെ തുപ്പൽ കുടിക്കല്ലേ എൻ്റെ ജോലി എന്ന് പറയുന്നത് ശിഷ്യർക്ക് ഇത് മനസ്സിലാവില്ല. പക്ഷേ ഒരു സത്യം ഏത് സാധകനും അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെങ്കിലും മനസ്സിലാവും. അതിത് എന്താണ്? ദൈവമാണ് ഗുരുവായി നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മളത് പലപ്പോഴും തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷമായി. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മോട് സംസാരിക്കുകയല്ല, ഗുരുവിലൂടെയാണ് സംസാരിക്കുക. ഇതുപോലെ വളരെ മനോഹരമായൊരു രംഗമുണ്ട് അദ്ദേഹത്തിന്. വിവേകാനന്ദ സ്വാമിയുടെ കുടുംബം വലിയൊരു കുടുംബമായിരുന്നു. അല്ല, അറിയപ്പെടുന്ന ഒരു ബാരിസ്റ്ററായിരുന്നു അച്ഛൻ. അങ്ങനെ നിരവധി ബന്ധുക്കളുണ്ട്, നിരവധി സഹോദരന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ കേസുകളൊക്കെ നടത്തി ഒരുപാട് കേസുകളുണ്ട്. നടത്തിയിട്ട് അവസരം ഭയങ്കര ദാരിദ്ര്യത്തിൽ ചെന്ന് വീണു ആ വീട്. വിവേകാനന്ദ സ്വാമിക്ക് ആഹാരം കഴിക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയെത്തിയിരുന്നു. അദ്ദേഹം വെള്ളമൊക്കെ കുടിച്ച് കറങ്ങി നടക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ അന്ന് ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ട്യൂട്ടോറിയൽ ജോലി കിട്ടുമോ, ഒരു പ്രസ്സിൽ മാനേജറായിട്ട് ജോലി കിട്ടുമൊക്കെ അന്വേഷിച്ച് അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് രാപ്പകൽ വായിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ. അപ്പോഴും ആധ്യാത്മികത കൈവിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷേ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഒരു വലിയൊരു പണക്കാരൻ ലണ്ടനിൽ നിന്ന് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ്റെ മകനാണ്. അദ്ദേഹം ഈ നരേന്ദ്രനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകളെ കല്യാണം കഴിക്കണം, നിന്നെ ബാരിസ്റ്ററാക്കാനുള്ള എല്ലാ ചിലവും ഞാൻ ചെയ്തോളാം. ബാരിസ്റ്ററാവെന്ന് വെച്ചാൽ ഒരു വലിയ സ്ഥാനമാണെന്ന്. നെഹ്റു ഒക്കെ ബാരിസ്റ്ററാവാൻ പോയി, ഗാന്ധി ബാരിസ്റ്ററാവാൻ പോയി, അതായത് ലണ്ടനിൽ പോയി പഠിക്കണം. അതിനുള്ള എല്ലാ ചിലവും ഞാൻ വഹിച്ചോളാം, പക്ഷേ എൻ്റെ മകളെ കല്യാണം കഴിക്കണം. നരേന്ദ്രൻ്റെ വീട്ടുകാർക്ക് വലിയ ഇഷ്ടമൊക്കെ, അത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ നരേന്ദ്രൻ തീരുമാനിച്ചു, ശരി, ഞാൻ കല്യാണം കഴിക്കാം, എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും സഹോദരിമാരുടെയും അവരുടെ എല്ലാ നരേന്ദ്രൻ്റെ സഹോദരനും ഈ പട്ടിണി ഒന്ന് മാറ്റി കൊടുക്കും. ഇത് രാമേശ്വരം സാർ അറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു കുതിരവണ്ടി പിടിച്ച് നേരെ ഇങ്ങനെ നരേന്ദ്രൻ്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അപ്പം നരേന്ദ്രൻ അന്തം വിട്ടു. അന്ന് ശിഷ്യനായിട്ട് ബ്രഹ്മചാരിയായിട്ട് കൂടെ താമസിക്കുന്നില്ല നരേന്ദ്രൻ. പക്ഷേ രാമകൃഷ്ണ സാറോട്, ഇല്ല, നീ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ച പിന്നെ നിനക്ക് ഈ ലോകത്ത് ചെയ്യേണ്ട സംഭാവനകളൊക്കെ ചെയ്യാൻ പറ്റില്ല, നീ ഇങ്ങനെ ലൗകികമായിട്ട് മാറിപ്പോകും, അതുകൊണ്ട് നീ ഒരിക്കലും കല്യാണം കഴിക്കരുത്. നരേന്ദ്രൻ വളരെ വിഷമിച്ച് പറഞ്ഞു, അങ്ങ് പറയുന്നത് ശരിയാണ്, പക്ഷേ എൻ്റെ സ്ഥിതി പൂർണ്ണമായിട്ട് അങ്ങേക്ക് അറിയില്ല, എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ, അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. രാമേശ്വരം സാറ് വളരെ നിരാശനായിട്ട് ഒരു രണ്ടാമത്തെ നിലയിൽ ഇങ്ങനെ ഇറങ്ങി, ആ സ്റ്റെയർ കേസ് ഇപ്പോഴും അവിടെ ഉണ്ട്, ഇറങ്ങി വന്ന് താഴെ നിന്നു. അപ്പോൾ നരേന്ദ്രൻ ഇങ്ങനെ വിഷമത്തോടെ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ സ്റ്റെയർസിൻ്റെ മുകളിൽ. എന്നിട്ട് രാമേശ്വരം സാർ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അത്രേ, നീ തലവുത്തന്നെ നോക്കിയാലും നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുതിര വണ്ടി കയറി പോയി. നരേന്ദ്രൻ അത്ഭുതത്തോട്ട് നോക്കി, ഇതെന്താ എൻ്റെ കല്യാണം നടത്തൂല എന്ന് പുള്ളി പറഞ്ഞു. പക്ഷേ അതിന് സംഭവിച്ചു. ആ കല്യാണം നിശ്ചയിച്ച മോതിരം മറ്റെന്തോ മാറിയെന്ന് തോന്നുന്നു. ആ കല്യാണം നിശ്ചയിച്ച പെൺകുട്ടിയുടെ അമ്മ പെട്ടെന്ന് മരിച്ചു. അതൊരു വലിയ ദുർനിമിത്തമായ ഒരു കണ്ടു. അങ്ങനെ ആ വിവാഹം മുടങ്ങി. നോക്കൂ, അന്ന് ആ ഗുരു ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അഗ്നിയെ തിരിച്ചറിയാതിരുന്നുവെങ്കിൽ, ഒരു ബാരിസ്റ്റർ, ഒരു വക്കീൽ നരേന്ദ്രദത്ത ഉണ്ടായിരുന്നു പണ്ട് കൽക്കട്ടയിൽ, മിടുക്കനായിരുന്നു എന്നായിരിക്കും ചരിത്രത്തിൻ്റെ മതിലുകളിൽ കോറിയിടുന്നത്. പക്ഷേ ഇന്നോ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ആ ഗുരുത്വം തന്നെയാണ് വിവേകാനന്ദ സ്വാമിയാക്കി മാറ്റിയത്. സ്വന്തം ഗുരുവിനെ ഈശ്വരനായി കണ്ട് പൂജിക്കാനും അത് മനസ്സിലാക്കാൻ, ആ സത്യം നമ്മളോട് നേരിട്ട് പല കാര്യങ്ങളും പറഞ്ഞെന്ന് ഗുരുവിലൂടെയാണ് പറഞ്ഞു തരുന്നത്. ഇത് നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല. സമാധിയൻ, കാരണം നമ്മൾ അദ്ദേഹത്തെ കാണാൻ നമ്മളെ വെറുതെ മനുഷ്യനായിട്ടല്ലേ, എല്ലാ സാധാരണ മനുഷ്യനായിട്ടല്ലോ. അദ്ദേഹം പറയുന്നത് എന്ത് ഗംഭീര കാര്യമല്ല, ശരി, സാധാരണ മനുഷ്യനല്ലേ ഗുരു, അങ്ങനെ ചിന്തിക്കൂ. പക്ഷേ നരേന്ദ്രൻ അങ്ങനെയല്ല ചിന്തിച്ചത്, അങ്ങനെയല്ല കണ്ടത്. അദ്ദേഹം രാമകൃഷ്ണായ നമാണെന്ന് പറയുന്നില്ല, പക്ഷേ തന്നെ താനാക്കി മാറ്റിയ ആ ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. അതുകൊണ്ട് വേദൻ സ്വാമി പലപ്പോഴും രാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് പ്രസംഗിക്കായിരുന്നത്. അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പകുതിച്ച് പ്രസംഗം നിൽക്കും. അതാണ്. ഇനി മറ്റൊരു കഥ ഇവിടെ ഞാൻ പറയട്ടെ, എന്നെ കണ്ണീരണിയിച്ച കഥ. ഈ ദാരിദ്ര്യം
ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയ സമയത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസർ അറിഞ്ഞു ഇങ്ങനെ നരേന്ദ്രൻ്റെ വീട്ടിൽ വലിയ ദുഃഖമാണ്. അദ്ദേഹം ആശ്രമത്തിൽ വന്ന ഒരു പണക്കാരനോട് കുറേ പണം കിട്ടുകയും ചെയ്തു. രാമകൃഷ്ണ പരമഹംസർ ഒരിക്കലും ചോദിക്കാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യമാണ്. കാര്യം അദ്ദേഹം കൈകൊണ്ട് തൊടില്ല പണത്തെ, അത്ര പണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ വന്നൊരു പണക്കാരനോട് ചോദിച്ചു, എനിക്കൊരു 10,000 രൂപ കടം തരാമോ? അന്ന് ആലോചിച്ചൊക്കെ എത്ര ലക്ഷം രൂപയാവും. അയാൾ കിഴക്കേ വാതിൽ കൂടെ ഇറങ്ങി പോയി. അയാൾ പഠിച്ചു പോയി. ഈ രാമകൃഷ്ണ സത്യത്തിൽ ഈ ഇതിൻ്റെ വില അറിയില്ല, പൈസ എടുക്കുന്നു. ഒരു 10,000 രൂപ എന്തിനാണെന്ന് അദ്ദേഹം പറഞ്ഞാണ്, നമുക്ക് നരേന്ദ്രന് കൊടുക്കാം. അപ്പം നരേന്ദ്രന് കടമൊക്കെ തീരും. അപ്പം അവന് ഒരുപാട് ജപിക്കാനും ധ്യാനിക്കാനും ഒക്കെ അവസരം കിട്ടും, സമയം കിട്ടും. അവന് ഒരുപാട് നന്മകൾ ഈ ഭൂമിക്ക് ചെയ്യേണ്ടവനാണ്. നമ്മുടെ ഭാരതത്തെ എടുത്തുയർത്തേണ്ട അങ്ങനെയുള്ളവനാണ് അവൻ. അപ്പോൾ അവനെ നമ്മൾ സഹായിക്കണ്ടേ. അതുകൊണ്ട് എനിക്കൊരു 10,000 രൂപ തരൂ. ഇതാണ് ചോദിച്ചത്. അതാണ് മറ്റേ അയാൾ ഓടികളത്. ഇത് നരേന്ദ്രൻ അറിയും. അവർക്ക് അദ്ദേഹത്തിന് അപമാനമായി പോയി. കാര്യം ഇത്രയും വലിയൊരു കുടുംബത്തിലെ ആൾ ഇത്ര പട്ടിണിയാണെന്ന് ആൾ അറിഞ്ഞോ, അതാണ് വലിയൊരു പ്രശ്നം. അതൊരു വലിയ അഭിമാനത്തുള്ളൂ. അതിനേക്കാളും വലിയ ദുഃഖം തൻ്റെ ഗുരു, അതായത് പണം കൈകൊണ്ട് തൊടാത്ത മനുഷ്യൻ. ഒരിക്കൽ ഇദ്ദേഹം എല്ലാം കൂടെ ചേർന്ന് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈ പണം കൈകൊണ്ട് തൊട്ടാൽ അവിടെ പൊള്ളും എന്ന് പറയും രാമകൃഷ്ണ പരമഹംസർ. ഒരിക്കൽ അദ്ദേഹം കിടന്നുറങ്ങിയ കട്ടിൽ വിരിപ്പിൻ്റെ താഴെ ഇദ്ദേഹം ഒരു നാണയം വെച്ചിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ അറിയാമല്ലോ. പിറ്റേ ദിവസം വന്നപ്പോൾ ആ മുതുക് മുഴുവൻ പുള്ളി കിടന്നു. അത്ര പണത്തെ മനസ്സുകൊണ്ട് എതിർത്തുന്ന ഒരാളാണ്. ദൈവമല്ലാതെ മറ്റൊന്നിലും ശ്രദ്ധിക്കില്ല. അതാണ് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ. കൽക്കട്ടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് ശാരദ ദേവിക്ക് കൊടുത്തു. അപ്പോൾ ഐസ്ക്രീം വഴി അലിഞ്ഞു പോയില്ലേ. രാമകൃഷ്ണ പരമഹംസർ ഭയങ്കര സങ്കടം. കൽക്കട്ടക്കാരന്മാരെല്ലാം കള്ളന്മാരാണ് എന്നെ പറ്റിച്ചത്. അത്ര നിഷ്കളങ്കനാണ് മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വന്ന ഒരാളോട് പണം ചോദിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ ഗുരു എന്ത് താന്നുപോയി എന്ന് നരേന്ദ്രന് വിഷമം. ഈ വിഷമത്തോടുകൂടി ആശ്രമത്തിൽ വന്നിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം രാമകൃഷ്ണ പരമഹംസരുമായിട്ട് ഉടക്കി. ഭയങ്കര ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചിട്ട് രാമകൃഷ്ണ പരമഹംസർ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. താൻ എന്ത് തെറ്റിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. വിവേകാനന്ദ സ്വാമി എന്ന് നരേന്ദ്രൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു, എനിക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ അങ്ങേക്ക് എന്താണ് അവകാശം? നിങ്ങൾ ആരാണ് എൻ്റെ? അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ കണ്ണീരോടുകൂടി പറഞ്ഞു, ആലോചിക്കുമ്പോൾ തന്നെ കരച്ചില്ല. ഫോർ യു നരേന്ദ്ര, ഐ വിൽ ബെഗ് ഫ്രം ഡോർ ടു ഡോർ ഇൻ കൽക്കട്ട. എടാ, നിനക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ കൽക്കട്ടയിലെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് യാചിക്കൂടാ. ഇഫ് ഇറ്റ് ഈസ് ഫോർ യു. ഇതാണ് ഗുരു. ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഏറ്റവും വലിയൊരു ഭാഗ്യം നരേന്ദ്രനെ ശിഷ്യനായിട്ട് കിട്ടിയതാണ്. നരേന്ദ്രൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലൊരു ഗുരുവിനെ കിട്ടിയത്. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? വെറും നരേന്ദ്രൻ എന്ന പയ്യൻ വളർന്ന് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന അത്ഭുത മനുഷ്യനായി മാറി നമ്മുടെ മുമ്പിൽ ഗുരുവായിട്ട് നിൽക്കുന്നു എന്ന്. ഗുരു കടാക്ഷം പരിപൂർണം.